ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി പൊടി കൊണ്ട് ഒരു ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഓയിലൊന്നും ചേർക്കാതെ ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാവുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 3/4 കപ്പ് റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ എടുത്ത് വയ്ക്കുക. ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഞാനൊരു പകുതി വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഒരുപാട് ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും. ഇപ്പം ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ക്യാബേജാണ്. ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നീളത്തിലൊന്ന് ചെറുതാക്കി കനം കുറച്ച് കട്ടാക്കി എടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റാണ്. അതും ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വലിയ സവാളയുടെ പകുതിയും 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ക്യാബേജുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിളിനനുസരിച്ച് റാഗി പൊടിയുടെ വ്യത്യാസം വരും കേട്ടോ. കൂടുതൽ വെജിറ്റബിളുകൾ എടുക്കുമ്പോൾ കൂടുതൽ റാഗിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാതും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പും എരിവും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. പച്ചമുളക് അല്ലാതെ നമ്മൾ എരിവിനായിട്ട് വേറൊരു ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നമുക്കിവിടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. റാഗിപ്പൊടി വറുത്തെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടെങ്കിൽ മുഴുവനായിട്ട് റാഗിപ്പൊടി തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് റാഗിപ്പൊടി എടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു വെജിറ്റബിളിൻ്റെ അളവ് പറയുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ വെജിറ്റബിളിലേക്ക് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ചതക്കിയിട്ട് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്. ഞാൻ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട നിങ്ങൾക്ക് വേണ്ട കഴിക്കാത്തവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. കോഴിമുട്ട കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കൈകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് 1 കപ്പ് വെള്ളം എടുത്താൽ ഒരു 3/4 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററിലാണ്, കൈകൊണ്ട് പരത്തിയെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അവന്ന് കുഴച്ചെടുക്കുന്നത്. വണ്ണമൊക്കെ കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഓയിലൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ റാഗിയൊന്നും കഴിക്കാത്തവർക്ക്, കുട്ടികളൊക്കെ ആണെങ്കിലും കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതുമാണ്. ആവശ്യത്തിനുള്ള വെജിറ്റബിളും ഉണ്ട്, റാഗിയുണ്ട്. ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളും ഉള്ളതാണ് റാഗിപ്പൊടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാനിത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇലയിൽ വെച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് പാനിൽ തന്നെ വെച്ച് പരത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ
1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് വേണ്ട. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ വെളിച്ചെണ്ണ യൂസ് ആക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം, എത്ര കട്ടി വേണം അതിനനുസരിച്ച് തയ്യാറാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പാനിൽ വെച്ചിട്ട് കൈ പൊള്ളുമെന്നൊക്കെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലയിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. ഇലയിൽ വെച്ച് പരത്തിയിട്ട് നല്ല നൈസാക്കി പരത്താൻ പറ്റും. ഇലയിൽ വെച്ചിട്ട് അങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ലൂസാക്കിയിട്ട്, നീർദോശ പോലെയല്ല, കുറച്ചുകൂടി ടൈറ്റാക്കി അങ്ങനെ ആക്കിയിട്ട് കോരി ഒഴിച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇങ്ങനെയും ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി കുറച്ചുകൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ വേണമെങ്കിൽ ചെറുകിയത് ഈ ബാറ്ററിലേക്ക് ചേർത്തിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെയും ഒക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാവുന്നതാണ്, ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കരുത്. ആ രീതിയിൽ വെച്ചിട്ട് റാഗി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒരല്പം നെയ്യൊന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ലൈക്ക് തരാനായിട്ട് ആരും മടി കാണിക്കരുത് കേട്ടോ. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എനിക്ക് അത്യാവശ്യം നല്ല പനിയായിരുന്നു. നല്ല പനിയും കഫക്കെട്ടും തലവേദനയും മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് സൗണ്ടിന് ഒരു മാറ്റമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ആയിട്ടൊന്നും വരാതിരുന്നത്. വോയിസ് ഓറൊന്നും കൊടുക്കാൻ പറ്റില്ല. സൗണ്ടൊക്കെ ഒറ്റ മൂക്കടഞ്ഞ സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് എനിക്ക് ഈ ഒരു അളവിൽ റെഡിയാക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കറിയുടെയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.